ഈ പ്രണയം തുടങ്ങിയതിന് ശേഷം അഭിനയിച്ചതായിരുന്നു? പ്രണയം തുടങ്ങിയ ശേഷം അങ്ങനെ അഭിനയിച്ചില്ല. പ്രണയം അങ്ങനെ ഒരു പ്രണയം ഒന്നും ഉണ്ടായില്ല. ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ പ്രണയം പിന്നെ വീട്ടുകാരായിട്ട് ഡിസൈഡ് ചെയ്തൊരു മാരേജ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ തമ്മിൽ വളരെ ഹെൽത്തി ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്ന രണ്ട് പേരെന്നുള്ളതല്ലാതെ ഞങ്ങൾ അങ്ങനെ കൂടി ഭയങ്കര ഒരു ഷെയറിങ്, ഒരു ലവ് അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടുകാർ രണ്ടുപേരുടെയും ഫാമിലി ഒരുമിച്ച് അവരുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്ന പോലെ തന്നെ അവർ തന്നെ ആയിട്ട് ഡിസൈഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ അതൊരു വിവാഹത്തിലേക്ക് എത്തിയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഒരു കാര്യമില്ലാതെ ആളുകൾ എല്ലാവരും കൂടെ പറഞ്ഞോ പ്രണയാണെന്ന്. എന്തായിരുന്നു? ചുമ്മാ ഒന്നും ആൾക്കാർ പറയില്ലല്ലോ. ആദ്യം കുറച്ച് അല്ലല്ലേ സമ്മതിക്കാൻ വേണ്ടിട്ടായിരുന്നു എന്റെ ആറ്റിറ്റ്യൂഡ് അല്ലേ പ്രണയിക്കാന്ന് വെച്ചാൽ ഭയങ്കര ചമ്മലുള്ള കാര്യമാണ്. മനസ്സിലായി എന്താണ് വഴക്കിന്റെ കാര്യം, ഇത്തരം ചെറിയ സാധനങ്ങൾ എന്തായിരുന്നു? അല്ല പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ വഴക്കൊക്കെ ഉണ്ടെങ്കിലും ഇഷ്ടമാണെന്ന് ഇതായതിനു ശേഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ബിജുവിന്റെ ഇങ്ങനെ ഇതാണ്, എനിക്ക് വേറെ ആരും ആലോചിക്കും, ഞാൻ ആരും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പപ്പ പോയി ബിജുവിന്റെ വീട്ടിൽ പോയി സംസാരിക്കുക ചെയ്തത്. പിന്നെ ബിജുവിന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ താല്പര്യമുണ്ട്, ബ്രദേഴ്സൊക്കെ ഫാമിലിയൊക്കെ മനസ്സിലായി. പിന്നെ ഒരു ദിവസം ബിജുവിന്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ പിന്നെ ഫാമിലീസ് തമ്മിൽ നല്ല അടുപ്പായി. കാരണം ഒരേ നാട്ടുകാരും ഒരേ ഇതൊക്കെ ആവുമ്പം പെട്ടെന്ന് യോജിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് യോജിച്ചു പോയി. ആദ്യം അറിയണ്ടായിരുന്നില്ല വിജയേട്ടൻ തൃശ്ശൂരാണ് എന്നുള്ളത് തന്നെ ചന്ദ്രനാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് മുമ്പ് തൃശ്ശൂർക്കാരനാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. എന്ത് കൃത്യമായിട്ട് പറഞ്ഞു. ഇനിയെങ്കിലും മനസ്സിൽ ആദ്യം കണ്ടപ്പോഴേ സംയുക്തയോട് ഇഷ്ടം ഉണ്ടായിരുന്നു സമ്മതിച്ചൂടെ? എന്തായാലും ഇത് നല്ലൊരു തീരുമാനമായിരുന്നില്ലേ? വീട്ടുകാർ തീരുമാനിച്ചായാലും രണ്ടുപേരുടെയും ആ കാര്യം തീരുമാനം തന്നെയായിരുന്നു. അഭിനയവും ജീവിതവും തമ്മിൽ വളരെ ഡിഫറെന്റ് ആണ്. പക്ഷെ ബേസിക്കലി ഇതൊരു റിമോട്ടിങ്ങിന്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ. ഇതൊരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെ. ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എല്ലാം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. സാധാരണ ഒരു പ്രണയത്തിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് ചുമ്മാ അവിടെ പോയി പാട്ട് പാടി പാട്ട് പാടുന്ന പോലെയുള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ളതായിരുന്നു. ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ ചിലപ്പം സാഹചര്യങ്ങളായിരിക്കും ഞങ്ങളെ അടുപ്പിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പം ചില സീൻസ് അഭിനയിക്കുമ്പോൾ പക്ഷെ ഒരുപാട് ഇൻവോൾവ്മെന്റ് തോന്നിയിട്ടുണ്ടാവാം. പരസ്പരം പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു ഒരുവിധം എല്ലാത്തിലും നമ്മൾ പറയുന്ന ഡയലോഗുകൾ. അതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പൊ സമ്മതിച്ചേട്ടോ, നേരത്തെ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ? അതെന്തായാലും നന്നായി അങ്ങനെ പറഞ്ഞത്. അല്ല, അതിലൊരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളങ്ങ് അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്നാലും ഈ സിനിമയിലെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേനും അടിയുണ്ടാക്കാറുണ്ടോ? ഞങ്ങൾ അഭിനയിക്കുന്ന ചിത്രങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മോശമായിട്ട് അഭിനയിക്കും. ഞങ്ങൾ തന്നെ ഭയങ്കര ക്രിട്ടിക്കാണ്. ഞാൻ അഭിനയിച്ചൊന്നും എനിക്ക് ഒരു കാലത്തും ഇഷ്ടാവില്ല. ഭയങ്കര ചമ്മലാണ്. നമ്മൾ മോശമായി നമുക്ക് എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. നമുക്ക് തൃപ്തി വരില്ല. എന്നാലും പരസ്പരം അഭിപ്രായം പറയാറുണ്ടോ? പറയാറുണ്ട്.